ഹലോ ഗൈസ്, അനിമൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിൻ്റെ ചാപ്റ്ററായിട്ടുള്ള 1186 സ്പോയിലേഴ്സാണ് നോക്കാനായിട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് വൺസ് മോർ എന്നാണ്. കവർ പേജിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഐഡയുടെ ചിത്രം വരയ്ക്കുന്ന യങ്ങായിട്ടുള്ള ലോക്കിയെയാണ്. ഇപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണെങ്കിൽ ബ്രൂക്കിൻ്റെ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ തവണ നിർത്തിയ ആ പോയിന്റിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത്. പ്രിൻസസ് ഷുറി അതായത് ഗുങ്കോ കിങ് റുവനെ കൊന്ന് എസ്പീരിയ കിങ്ഡത്തിലെ ആ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ മറ്റൊരു റിവീലും നമുക്ക് തരുന്നുണ്ട്. അതായത് ഗുങ്കോയുടെ യഥാർത്ഥ അച്ഛൻ എന്ന് പറയുന്നത് ഒരു ഗോഡ്സ് നൈറ്റ് ആയ മാൻമേർ ഫാമിലിയിലെ ഗ്രൗളോയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട ഗുങ്കോയുടെ അടുത്തിരുന്ന സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫിഗർ, അയാളുടെയും രണ്ട് കൃഷ്ണമണികൾ രണ്ട് വ്യത്യസ്തമായ കളറിലുള്ളതാണ് ഗുങ്കോയുടേതുപോലെ. സോ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ എസ്പീരിയ കിങ്ഡം വിസിറ്റ് ചെയ്ത ആ സെലസ്റ്റിയൽ ഡ്രാഗൺ മിക്കവാറും ഈ ഗ്രൗളോ തന്നെ ആയിരിക്കും. സോ ഇപ്പോൾ ഗുങ്കോ ബ്രൂക്കിൻ്റെ തലയിൽ സ്റ്റാബ് ചെയ്തിട്ട് ഗ്രൗളോടൊപ്പം ഈ എസ്പീരിയ കിങ്ഡം വിട്ട് ഹോളി ലാൻഡിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂക്കിൻ്റെ തലയിൽ ആ ഒരു വലിയ മുറിവുണ്ടായത്. മരണത്തിൽ നിന്ന് സർവൈവ് ചെയ്തെങ്കിലും ഈ ഒരു ഈവൻറ്റ് ബ്രൂക്കിനുണ്ടാക്കിയ ട്രോമ വളരെ വലുതായിരുന്നു. അതായത് ബ്രൂക്കിന് വേണ്ടപ്പെട്ട ആൾക്കാർ എല്ലാം പോയി. ഇതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് ബ്രൂക്ക് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. സോ അപ്പോൾ ഈ ഒരു പോയിന്റിൽ ബ്രൂക്കിന്റെ ഫ്ലാഷ് ബാക്ക് എൻഡ് ആവുന്നുണ്ട്. വീണ്ടും തിരിച്ച് നമ്മൾ എൽബാഫിലെ സീനിലേക്ക് വരുന്നു. അതായത് ആ കിഡിലൻ ഫൈറ്റ് ഇമു വേഴ്സസ് ലോക്കി. ഇപ്പോൾ ചാപ്റ്റർ അവസാനമാകുമ്പോഴേക്കും ഇമു 800 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ, അതായത് വോയിഡ് സെഞ്ചുറിയെ പറ്റി പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ചാപ്റ്ററിന്റെ അവസാനമാകുമ്പോഴേക്കും ഇത്രയും നേരം അവിടെ ഫുഡ് അടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ലൂഫിയും കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇമുവിന്റെ ലോക്കിയുടെ ആ ഒരു വലിയ ഫൈറ്റിനിടയിലേക്ക് കയറിയിട്ട് ഇമുവിന്റെ മുഖം ഇടിച്ച് പരത്തുന്നുണ്ട്. അതായത് സബോഡിയിൽ വെച്ചിട്ട് ആ സെലസ്റ്റിയൽ ഡ്രാഗൺ ആയിട്ടുള്ള ചാർലോസിന്റെ മുഖം ലൂഫി ഇടിച്ച് പറിച്ച പോലെ. സോ ഗൈസ്, അപ്പോൾ ഈ ചാപ്റ്ററിന് ഹൈപ്പ് വളരെ കൂടുതലാണ്. അതായത് ഒന്നാമത്തെ കാര്യം, വോയിഡ് സെഞ്ചുറിയെ പറ്റി ഇമു എന്തോ പറയുന്നുണ്ടെന്ന് അറിയുന്നു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ലൂഫി കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല ഇമുവിനിട്ട് നല്ലൊരെണ്ണം കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ ആ ഒരു ക്ലിഫ് ഹാങ്ങറിൽ തന്നെ ആയിരിക്കും നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത്. എന്തായാലും മൊത്തത്തിൽ ഈ എൽബാഫ് ആർക്ക് തന്നെ ഒരു പീക്ക് ലെവലിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത ആഴ്ച ബ്രേക്ക് ഇല്ല, അതും ഒരു സന്തോഷ വാർത്തയാണ്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഓർ ശനിയാഴ്ച നമ്മൾ ചാപ്റ്റർ 1186 ഫുൾ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇടുന്നതായിരിക്കും. എപ്പോഴത്തേയും പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സോ അപ്പോൾ ആ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.